അപ്പോൾ ഞങ്ങളൊരു ചെന്നൈ യാത്രയുടെ തയ്യാറെടുപ്പിലാണ്. അങ്ങനെ ബാഗൊക്കെ എടുത്ത് യാത്രയ്ക്ക് തയ്യാറായി കഴിഞ്ഞു. ഈ യാത്രയുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മു അമേരിക്കയിലേക്ക് പഠിക്കാൻ പോകാനുള്ള ഒരു പരിപാടിയിലാണ്. അപ്പോൾ ചെന്നൈയിൽ പോയി വിസ എടുക്കുന്നതിന് വേണ്ടിയാണ് ചെന്നൈയിലേക്ക് പോകുന്നത്. US കോൺസുലേറ്റിൽ ഈ ചൊവ്വാഴ്ചയാണ് അവർക്ക് ഇൻ്റർവ്യൂ പറഞ്ഞിരിക്കുന്നത്. അതിനു വേണ്ടിയാണ് ഞങ്ങൾ പോകുന്നത്. ഈ യാത്രയിൽ എന്നോടൊപ്പം അമ്മു, മായയുടെ അമ്മ, ഇത്രയും ആൾക്കാരുണ്ട്. അപ്പോൾ വിസയുടെ പേരും പറഞ്ഞ് ഒരു ചെറിയ ചെന്നൈ ടൂർ, അതാണ് പ്ലാൻ. മായയുടെ ബ്രദർ ഹരിയാണ് ഞങ്ങളെ എയർപോർട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ സമയം രാത്രി 9 മണി കഴിഞ്ഞു. 10:45 ഞങ്ങളുടെ ഇൻഡിഗോ ഫ്ലൈറ്റ്. എന്നാലും കുറച്ച് നേരത്തെ തന്നെ എത്താം എന്ന് കരുതി. അപ്പോൾ പിന്നെ വെപ്രാളം പിടിക്കേണ്ട കാര്യമില്ലല്ലോ. ഇതൊക്കെയാണ് തിരുവനന്തപുരത്തെ രാത്രികാല കാഴ്ചകൾ. ചെറിയ മഴയുണ്ട്, തനിയെ ചാറുന്നുണ്ട്. ഞങ്ങൾ എയർപോർട്ടിലെത്തി സെക്യൂരിറ്റി ചെക്കെല്ലാം കഴിഞ്ഞ് അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. വിമാനം 45 മിനിറ്റ് ലേറ്റാണെന്ന അറിയിപ്പ് വന്നു. നമ്മളെ തമ്പാനൂർ ബസ് സ്റ്റാൻഡിനെ വെല്ലുന്ന തിരക്കാണ് എയർപോർട്ടിൽ ഉണ്ടായിരുന്നത്. അമ്മയുടെ ആദ്യത്തെ വിമാനയാത്രയാണ്. അതിന്റെ ചെറിയൊരു പരിഭ്രമം ഉള്ളിലുണ്ടെങ്കിലും അതൊന്നും കാണിക്കാതെ അങ്ങനെ അക്ഷോഭ്യമായിട്ടിരിക്കുകയാണ്. അങ്ങനെ അവസാനം ബോർഡിങ് തുടങ്ങി. പുറകിലുള്ള ഞങ്ങളെയൊക്കെ ഒരു ഗോണി വഴി പുറകിലൂടെയാണ് കയറ്റിയത്. മുമ്പിലുള്ളവർക്ക് എയറോ ബ്രിഡ്ജ് വഴി നടന്നു കയറാൻ പറ്റി. അങ്ങനെ വിമാനത്തിൽ കയറി സീറ്റ് ബെൽറ്റൊക്കെ ഇട്ട് പോകാൻ തയ്യാറെടുത്തു. വിമാനം ഫുള്ളായിരുന്നു. 10:45 പോകേണ്ട ഫ്ലൈറ്റ് 11:30 യാത്ര തിരിച്ചു. ഞങ്ങൾ ഏകദേശം രാത്രി 12:45 ചെന്നൈ വിമാനത്താവളത്തിലെത്തി. അവിടെ അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് നടക്കുകയാണ്. ചെക്ക് ഇൻ ബാഗ് കളക്ട് ചെയ്യണം, എന്നിട്ട് പുറത്തേക്ക് പോകണം. ഞങ്ങളൊരു പ്രീപെയ്ഡ് ടാക്സി എടുത്ത് ഞങ്ങൾ താമസിക്കുന്ന സീസൺ 4 റെസിഡൻസിലേക്ക് യാത്രയായി. രാത്രിയാണെങ്കിലും അത്യാവശ്യം തിരക്കുണ്ട്. തമിഴ് പാട്ടൊക്കെ ഇട്ട് അടിച്ചു പൊളിച്ച് നല്ല വേഗതയിൽ കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ കത്തിപ്പാറ ഫ്ലൈ ഓവറിലാണുള്ളത്. ചെന്നൈയിലെ ഒരു വലിയ ഫ്ലൈ ഓവറാണിത്. കത്തിപ്പാറ ഫ്ലൈ ഓവർ പിന്നിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ഹോട്ടൽ ലക്ഷ്യമാക്കി യാത്ര തുടർന്നു. അങ്ങനെ സുപ്രഭാതം പൊട്ടി വിളർന്നിരിക്കുകയാണ്. ഞങ്ങൾ ഇന്നലെ ഏകദേശം 1:30 ഹോട്ടലിലെത്തിയത്. ആ സമയമായിരുന്നെങ്കിലും ചെക്കിനൊക്കെ വളരെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. ഹോട്ടൽ റിസപ്ഷനിൽ ആണ് ഞങ്ങളെ വെയിറ്റ് ചെയ്ത് ഇരിക്കുന്നുണ്ടായിരുന്നു. നേരത്തെ തന്നെ അറിവ് കൊടുത്തിരുന്നു. ഞങ്ങൾ 2 ഡബിൾ റൂമുകളാണ് ബുക്ക് ചെയ്തിരുന്നത്. ഞങ്ങൾക്ക് കണക്റ്റഡ് റൂംസ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അത് വളരെ സൗകര്യമായിരിക്കുകയാണ്. ഹോട്ടലിൽ ഒരു കെറ്റിലും അത്യാവശ്യം ചായപ്പൊടിയും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് മായ രാവിലെ ഒരു കാപ്പി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ഇതാണ് ഹോട്ടലിന്റെ പുറത്തെ കാഴ്ച. താഴെ കാണുന്ന റോഡാണ് കത്തീഡ്രൽ ഗാർഡൻ റോഡ്. ഞങ്ങളിപ്പോൾ താഴത്തെ ഡൈനിങ് ഹാളിലാണ്. നിങ്ങൾക്ക് കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. സൗത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ബുഫേ മോഡലിലായിരുന്നു. ഇഡലിയും മറ്റും അങ്ങനെ തട്ടിവിട്ടു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇതാണ് ഹോട്ടലിന്റെ മുൻവശം. സീസൺ 4 റെസിഡൻസ് കത്തീഡ്രൽ ഗാർഡൻ റോഡിലാണ് ഇതുള്ളത്. കത്തീഡ്രൽ ഗാർഡൻ റോഡിലൂടെ അണ്ണാ ഫ്ലൈ ഓവർ ലക്ഷ്യമാക്കി നടന്നു. ഇതാണ് ജെമിനി ഫ്ലൈ ഓവർ എന്നറിയപ്പെട്ടിരുന്ന ചെന്നൈയിലെ പ്രശസ്തമായ അണ്ണാ ഫ്ലൈ ഓവർ. ഇതിനടുത്തായിട്ടായിരുന്നു പ്രശസ്തമായ ജെമിനി സ്റ്റുഡിയോ ഉണ്ടായിരുന്നത്. ഇന്നൊരു ഞായറാഴ്ച ആയതിനാൽ തിരക്ക് കുറവാണ്. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നതിന് നേരെ എതിർവശത്തായിട്ടാണ് US കോൺസുലേറ്റ്. അവിടെ വെച്ചാണ് മറ്റന്നാൾ അമ്മുവിന് ഇന്റർവ്യൂ. കുറച്ചു നേരം ഞങ്ങൾ ആ തിരക്കൊക്കെ നോക്കി അവിടെ നിന്നു. അടി കൂടെ ക്രോസ് ചെയ്യാനുള്ള സബ്വേ ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. നമ്പർ അറിയാം, നമ്പർ ആയിരുന്നു. പോയി കുറച്ചു സമയമൊക്കെ അവിടെ ചുറ്റിപ്പറ്റി നിന്നപ്പോഴേക്കും മഴ ചെറുതായി ചാറാൻ തുടങ്ങി. അതുകൊണ്ട് ഞങ്ങൾ ഹോട്ടലിലേക്ക് തിരിച്ചു നടന്നു. ഞങ്ങൾ താമസിക്കുന്ന സീസൺ 4 റെസിഡൻസിന്റെ കഫറ്റീരിയയിലാണ് ഞങ്ങൾ ഉള്ളത്. ലഞ്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലഞ്ച് കഴിക്കുവാൻ വേണ്ടി ഉച്ചയ്ക്ക് വന്നിരിക്കുകയാണ്. താലി മീൽസ് ആയിരുന്നു ലഞ്ചായി കിട്ടിയത്. ഒരാൾക്ക് 140 രൂപയാണ് ഈ മീൽസിന് ചാർജ് ചെയ്തത്. തിരക്കേടില്ലായിരുന്നു ഊണ്. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം മറീന ബീച്ച് സന്ദർശിക്കുവാൻ പോകുവാൻ വേണ്ടി ഇറങ്ങുകയാണ്. റെഡി ആയിട്ടുണ്ട്.
ഇനി അമ്മും കൂടെ വരണം. ചലോ മറീന ബീച്ച്. ഞങ്ങളൊരു ഊബർ ടാക്സിയിൽ അങ്ങനെ മറീന ബീച്ചിലേക്ക് പോവുകയാണ്. ചെന്നൈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് അങ്ങനെ യാത്ര മുന്നോട്ട് പോകുന്നു. ഇത് തന്നെ ഇത് ഹോസ്പിറ്റൽ. ചെന്നൈ ചെപ്പാക്ക്. ഞങ്ങളങ്ങനെ മറീന ബീച്ചിൻ്റെ ഏരിയയിൽ എത്തിയിരിക്കുകയാണ്. എന്താ ഒരു തിരക്ക്. പക്ഷേ നോക്കിക്കോണം, ഇവിടെ എല്ലാം ഈറ്ററീസാണ്. ഓൺ ബേൽപൂരി, അങ്ങനെ ഒത്തിരി കാര്യങ്ങളിവിടെ ഉണ്ട്. ടാറ്റു സ്റ്റുഡിയോ. ഇന്ന് ഞായറാഴ്ച ദിവസമായതുകൊണ്ട് നല്ല തിരക്കാണ് ബീച്ചിൽ. കടലിലേക്ക് കുറച്ചേറെ ദൂരം മണലിലൂടെ നടക്കാനുണ്ട്. നമ്മൾ ബീച്ച് എത്താറായി. കൊച്ചു പെൺകുട്ടി. അതുകൊണ്ട് അങ്ങ് തീരമെല്ലാം വൃത്തികേടാക്കിയിട്ടിരിക്കുകയാണ്. അവിടെ ഒരു കുതിരയൊക്കെ ഉണ്ട്, ഈ കയറി സവാരി നടത്താം. പിന്നെ അത് അവിടെ ഇവിടെയൊക്കെ അപ്പിയിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു തീരമാണ് നമ്മളെ മറീന ബീച്ചിൻ്റെത്. വിമാനങ്ങൾ അങ്ങനെ പോകുന്നുണ്ട്. ആകാശത്ത് നോക്കിയാൽ വിമാനത്താണ്. അങ്ങനെ ഇതാ നമ്മൾ കടലിൻ്റെ അടുത്തെത്തി. തിരകൾ കണ്ടു തുടങ്ങി. ആൾക്കാരുടെ ഒരു അയ്യര് കളി തന്നെയായിരുന്നു കടൽ തീരത്ത്. നിറയെ ആൾക്കാരൊക്കെ ആയിട്ട് ഒരു പൂരപ്പറമ്പ് പോലെ ഉത്സവഭരിതമായ ഒരു അന്തരീക്ഷമായിരുന്നു ചെന്നൈ മറീന ബീച്ചിൽ ഞങ്ങൾ ചെന്നപ്പോൾ. ആർത്തലയ്ക്കുന്ന ബേ ഓഫ് ബംഗാൾ. ശംഖുമുഖത്തിന്റെ ഓർമ്മയിൽ ഞാൻ സൂര്യനെ ഒന്ന് തിരഞ്ഞു. പിന്നെയാണ് മനസ്സിലായത്, ഇവിടെ വൈകുന്നേരം സൂര്യനെ കാണാൻ പറ്റില്ല. കാരണം കിഴക്ക് സൈഡിലാണ് കടൽ. ഇവിടെ സൂര്യ ഉദയമാണ് കാണാൻ പറ്റുന്നത്. ഞങ്ങൾ ബീച്ചിൽ നിന്നും ബീച്ചിനോട് ചേർന്ന് കിടക്കുന്ന ഒരു വാക്വേയിലെത്തി. ഇത് ബീച്ചിനോട് ചേർന്ന് നിരവധി കിലോമീറ്ററുകൾ നീണ്ടു കിടക്കുന്നു. ഒരു വളരെ നല്ല വാക്വേയാണ്. ഇതിന് വലതുവശത്തായി കാമരാജ പ്രമണയിടുന്ന വിശാലമായ റോഡും പോകുന്നുണ്ട്. ഇത് ഡ്രിങ്കിങ് വാട്ടർ കിയോസ്കാണ്. ഇവിടെ ഫ്രീ ടോയ്ലറ്റുകളുണ്ട്, ഇങ്ങനെ ഡ്രിങ്കിങ് വാട്ടറിൻ്റെ കിയോസ്കുകളുണ്ട്. അത്യാവശ്യം ടൂറിസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ ബേസിക് അമ്യൂണിറ്റീസ് കൊടുത്തിട്ടുണ്ട്. നമ്മളെ ബീച്ചുകളിൽ നിന്നുള്ള വ്യത്യാസം അതാണ്. ഞങ്ങളങ്ങനെ ബീച്ചിനരികിലെ കാഴ്ചകൾ കണ്ടുകൊണ്ട് വാക്ക്വേയിലൂടെയുള്ള നടത്തം തുടരുകയാണ്. അങ്ങനെ നടക്കുമ്പോൾ ഞങ്ങൾ ഈ അതിഗംഭീരമായ ആർച്ച് കണ്ടു. MGR സെന്റിനറി ആർച്ച് എന്നാണ് അതിന്റെ പേര്. ബീച്ച് ഏരിയയിൽ വൃത്തി അല്പം കുറവാണെങ്കിലും വാക്ക്വേ നല്ല വൃത്തിയായി തന്നെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഈ വലത്തുവശത്ത് കാണുന്നത് ചെന്നൈയിലെ സുപ്രസിദ്ധമായ പ്രസിഡൻസി കോളേജിന്റെ ക്യാമ്പസാണ്. അങ്ങനെ മുന്നോട്ട് നടന്ന് ഞങ്ങൾ ഈ കണ്ണകി സ്റ്റാച്ചുവിന്റെ അടുത്തെത്തി. ഭർത്താവിനെ അകാരണമായി വധിച്ചതിലുള്ള അത്യധികമായ ദുഃഖത്തോടും അതിലേറെ കോപത്തോടും ഒറ്റ ചിലമ്പുമായി നിൽക്കുന്ന തമിഴ് ചരിത്രത്തിലെ വീരനായികയായ കണ്ണകി. ഇപ്പോൾ സമയം 7:30 ആയിരിക്കുന്നു. നടന്നു തളർന്ന ഞങ്ങൾ ഡിന്നർ കഴിക്കുവാനായി സംഗീത എന്ന ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ്. സംഗീത എന്നത് ഒരു റെസ്റ്റോറന്റ് ചെയിനാണ്, വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് ചെയിനാണ്.
ഡിന്നറും കഴിഞ്ഞ് ഊബറിൽ നേരെ ഹോട്ടലിലേക്ക്, പിന്നെ നേരെ കട്ടിലിലേക്ക്.